ഞാൻ ഈ പാതിരാക്ക് ഓടണത് എങ്ങാടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂ ഇയർ പ്രോഗ്രാമിനൊന്ന് കൊണ്ടുപോകുന്നു പറഞ്ഞ് കാലും കൈ പിടിച്ചിട്ട് നമ്മളെ കൊണ്ടുപോകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടിയായിട്ട് വന്ന് നിൽപ്പുണ്ട്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഓടണം കേട്ടോ. നേരെ നമ്മൾ വന്നത് നമ്മുടെ പറൂർ മൂലൻസ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ തൊട്ടരികത്തുള്ള ചിക്കിങ്ങിലാണ് കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഈറ്റിങ്ങളെയും കൊണ്ട് അങ്ങോട്ട് ഇറങ്ങാമെന്ന് ആലോചിച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ ഫുഡ് അടിക്കാൻ കയറി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 9:30 മണിയായപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങണത്. ഇനിയിപ്പോൾ ഇത്തിരി കൂടി സമയം വൈകിക്കഴിഞ്ഞാൽ ഫുഡൊന്നും കിട്ടാനായിട്ട് ഒരു ചാൻസും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിവിടെ കയറി ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാമെന്നുള്ള തീരുമാനത്തിൽ നമ്മളിവിടെ കയറിയിട്ടാണ്. കയറി കഴിഞ്ഞിട്ട് ഒരു പെരുന്നാളിനുള്ള ആൾക്കാർ നമ്മുടെ ആ ചിക്കിങ്ങിൻ്റെ അകത്ത് തന്നെ ഉണ്ട് കേട്ടോ. നമ്മളപ്പോൾ ഓർഡറും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇരിക്കാൻ തുടങ്ങിയിട്ട് 9:30 കയറിയിട്ട് ഒരു 10:30 മണിയായപ്പോഴാണ് നമുക്ക് ഫുഡ് കിട്ടിയത്. എന്തോരം ടൈം ഡിലേ ആയെന്നറിയോ. എല്ലാവരൊക്കെ ഉണ്ടായിരുന്നിട്ട് എല്ലാവർക്കും കൊടുത്ത് ഇങ്ങനെ പോകണണ്ടിട്ട് മിക്കൂസിന് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കായിരുന്നു. മിക്കു എന്താ നമുക്ക് മാത്രം തരാത്തതെന്നും പറഞ്ഞിട്ട് സങ്കടവും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട. മിക്കൂസിനാണെങ്കിൽ വിശപ്പിൻ്റെ വിളി വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു രക്ഷയില്ല. വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാണ്ട് വേഗം ഇറങ്ങിയതാണ് പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കണമെന്നും പറഞ്ഞ്. അങ്ങനെ ഒരുപാട് നീണ്ട നേരത്തെ കാത്തിരിപ്പും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞിട്ടാണ് എനിക്കാണെങ്കിൽ ഓഫീസിൽ നിന്ന് വന്ന പാടെയാണ് ഞാൻ ഇറങ്ങി ഓടിയതാണ്. അപ്പോൾ എനിക്കും നല്ലോണം വിശക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലയൊക്കെ തെറ്റി തുടങ്ങി ഗൈസ്. അങ്ങനെ നമ്മൾക്ക് പറഞ്ഞ് ഓർഡർ ചെയ്ത് കൊടുത്തത് ചിക്കിങ് ഒക്കെ നമുക്ക് വന്നിട്ടോ. വന്നു കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ പകുതി മുക്കാലും വെന്തട്ടില്ല ഗൈസ്. നമ്മൾ തിരിച്ചു വന്നിട്ട് അവരെ മാനേജറിനെ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്ത് മാനേജർ സമ്മതിച്ചിട്ടാ ഭക്ഷണം കണ്ടു കഴിഞ്ഞപ്പോൾ വെന്തട്ടില്ല എന്നുള്ളത്. തിരിച്ചു പോയിട്ട് നമ്മൾക്ക് അതന്നെ അവർ പ്രിപ്പയർ ചെയ്ത് നല്ല മാന്യമായിട്ട് അവർ നമ്മൾക്ക് വീണ്ടും സെർവ് ചെയ്തിട്ടാണ്. അങ്ങനെ ഇനി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾക്ക് ഇനി എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണം. ന്യൂ ഇയറൊക്കെ ആയിട്ട് പടക്കം പൊട്ട് കാണണം. ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലിരിപ്പ്. എന്താവും നമുക്കൊന്നും അറിയില്ല. പോണ വഴിയൊക്കെ ഒട്ടുക്കത്തെ തിരക്കാണ്ട് അങ്ങനെ ചെറായി വരെ ചെന്ന് കഴിഞ്ഞപ്പോൾ കാറുകളൊന്നും കടത്തി വിടണില്ല. നടന്നു വേണം പോകാനായിട്ട്. എന്ത് കാര്യം ഈ പാടഴിക്കേണ്ടത് ഈ പിള്ളേരെയും കൊണ്ട് ഈ പാതിരാക്കെന്ന് ഓർത്തിട്ട് തിരിച്ച് നമ്മൾ അവിടെ നിന്ന് വളഞ്ഞ് തിരിഞ്ഞൊക്കെ വന്ന് നമ്മൾ അവസാനം കോട്ടപ്പുറത്ത് വന്നിട്ടാണ്. കോട്ടപ്പുറം മുസ്രീസിൽ വന്നപ്പോഴാണ് ഇവിടെയും ഒട്ടുക്കത്തെ തിരക്കട്ടാ. നമ്മൾ ഓർക്കണത് വീട്ടിൽ നിന്നൊന്നും പുറക്കത്തുനിന്ന് പുറത്തിറങ്ങൂലെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, എല്ലാവരും ആർമാദിക്കണേ. അപ്പോൾ ഭയങ്കര ആർമാദം വരുന്നു ഇവിടെ. നമ്മൾ കോട്ടപ്പുറം മുസ്രീസിൻ്റെ ആ ഒരു സ്ഥലത്ത് എന്തൊരു ക്രൗഡായിരുന്നെന്നറിയോ. അങ്ങനെ കുറേ നേരം തരാപ്പര അവിടെയൊക്കെ ചുറ്റി ചിക്കിങ്ങിൻ്റെ അവിടെ കയറി കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം കിട്ടൂലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ദാഹിച്ച് പറഞ്ഞിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ വെള്ളവും 4 കൂടി ഒരു നാരങ്ങളും കുടിച്ചാലാന്ന് ഓർത്തിട്ട് നമ്മൾ ഇവിടെ കയറി. ഇവിടെയൊക്കെ മൊത്തം മാറി കേട്ടോ. കോട്ടപ്പുറം മുസ്ലിസിൻ്റെ ഈ ഭാഗത്തോട്ടൊക്കെ വരാത്തവരുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തൊരു മാറ്റമാണെന്നറിയോ. നമ്മുടെ ഗോവയിലെ സ്ട്രീറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ടേച്ച കടകളുടെയൊക്കെ ഒരു ഇതാണ് ഇപ്പം നമ്മുടെ ഈ കോട്ടപ്പുറം മുസ്ലിസിൻ്റെയൊക്കെ ഈ ഒരു ഭാഗത്ത് എന്തൊരു ക്രൗഡും കാര്യങ്ങളാണ്. ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാട്ടും ഇതൊക്കെ വെച്ച് എന്തോ വേറൊരു സ്ഥലത്ത് ചെല്ലണം അപ്പോൾ ഒരു ഫീലാണ് നമ്മുടെ ഈ കോട്ടപ്പുറം കുതിരിച്ച് ചെന്ന് കഴിഞ്ഞാൽ അത്രയും മാറ്റമായി. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ 4 പേരും കൂടി ഒരു 4 നാരങ്ങളൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ പതുക്കെ മൂവ് ആവണം. ഈ തിങ്കളുടെ വെക്കേഷനും അവസാനിക്കലേ. നാളെ കഴിഞ്ഞാൽ മറ്റന്ന് ഇവരുടെ ലോകത്തോട്ട് പോകും. അപ്പോൾ പിന്നെ അവരുടെയൊക്കെ ഒരു എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്നിനും കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. നമ്മൾ ഈ ജോലി ഇതും പറഞ്ഞുകൊണ്ട് ഈ ഓട്ടം മാത്രമേ ഉള്ളൂ. ഇത് തിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഇത്തിരി നേരം മാറ്റി വെക്കാനൊന്നും നേരം കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ അവരും ഒന്ന് ഹാപ്പി ആവട്ടെ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ ഇറങ്ങിയതല്ലാണ്ട് നമ്മൾ ന്യൂ ഇയറിനൊന്നും ഇങ്ങനെ ഒന്നും കാഴ്ചയൊക്കെ കാണാനായിട്ടൊക്കെ ഒന്നും പോകൽ പോലും ഇല്ല. പിന്നെ ഞാനങ്ങനെ പെരക്കാത്തിരുന്നാൽ നിങ്ങൾക്ക് കാണാനും പറ്റില്ലല്ലോ നമ്മുടെ ന്യൂ ഇയർ പ്രോഗ്രാമുകളൊക്കെ. അപ്പം നിങ്ങളെ കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ന്യൂ ഇയർ പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാടിത്തുള്ളിയൊക്കെ ഇറങ്ങിയേക്കണത് കേട്ടോ. അങ്ങനെ നമ്മൾ നാരങ്ങളൊക്കെ കൂടിയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ നേരമൊക്കെ നടന്ന് ഭയങ്കര ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ മുസ്ലിംസ് കോട്ടപ്പുറത്ത്. അപ്പം നിങ്ങളൊക്കെ കോട്ടപ്പുറം മുസ്ലിംസിൽ പോയവരാരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിലൂടെ പറയണം. ഇനിയിപ്പോൾ ഒരു 10-20 മിനിറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു കൊല്ലത്തിലോട്ട് കിടക്കുകയാണ് ഗൈസ് നമ്മൾ. എന്തായാലും ഈ ഒരു കൊല്ലം എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ടായിരുന്നു കേട്ടോ. 2025 നല്ലൊരു ജോലിയൊക്കെ കിട്ടി. നമ്മുടെ ചാനൽ മോണിറ്റൈസേഷനായി. അതുകൊണ്ട് എല്ലാം കൊണ്ടും ഒരു വലിയ കുഴപ്പമില്ലാണ്ട് തട്ടലും മുട്ടലും ഒന്നും ഇല്ലാണ്ട് നല്ല സന്തോഷമായിട്ട് പോയൊരു കൊല്ലമായിരുന്നു 2025. 2026 ഇതേപോലെ ഞാൻ നല്ലൊരു കൊല്ലമായാൽ മതി എന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു
വർഷമായിരിക്കട്ടെ ഈ ഒരു 2026. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നടത്താൻ വിചാരിച്ചൊക്കെ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ആത്മാർത്ഥമായിട്ടൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നടത്താനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും വേണം, അതിന് വേണ്ടിയിട്ട് സമയം മാറ്റി വയ്ക്കുകയും വേണം. അപ്പോൾ ഒരു കാര്യവും പിന്നത്തേക്ക് വെക്കാതെ അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നടത്തിയെടുക്കാനായിട്ട് എല്ലാവർക്കും പറ്റട്ടെ. അപ്പോൾ എപ്പോഴും എല്ലാം എനർജറ്റിക്കായിട്ട് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാം. അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നല്ല പോസിറ്റീവ് എനർജിയും കാര്യങ്ങളൊക്കെ വരുമോ. അങ്ങനെയാണ് ഞാൻ അങ്ങനെ മൈൻഡിലാണ് ഇപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ട് പോണത്. എന്തൊക്കെ സങ്കടം ഉണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ കുറച്ച് വെച്ചിട്ട് എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിച്ച് ആ പോസിറ്റീവ് എനർജിയോടുകൂടി കടന്നു കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് വരും. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കും മനസ്സിലാവും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എല്ലാവരും നല്ല അടിച്ചു പൊളിച്ച് ന്യൂ ഇയറൊക്കെ ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം 2026 നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം.